ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പഞ്ച് കേക്കായിട്ടും ടീ ടൈം കേക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കേക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ അതിൻ്റെ അളവുകൾ പറയാം. ഞാനിവിടെ 1 കപ്പ് മൈദ പ്ലസ് 1/4 കപ്പ് മൈദ, ടോട്ടൽ 1.25 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. ഇനി ഒരല്പം ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. 1-2 പ്രാവശ്യം നിങ്ങൾക്ക് 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അത്. ഇനി ഇവിടെ ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കതൊന്ന് പൊടിച്ച് 1 കപ്പ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര, വാനില എസൻസ്, ബട്ടർ 100 ഗ്രാം, 2 മുട്ട, 1/2 കപ്പ് പാല്, ഇത്രയും കൂടിയാണ് നമുക്കതിനാവശ്യമായ സാധനങ്ങൾ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. വേഗം അങ്ങ് ഡിസോൾവ് ആയി കിട്ടുമല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിത് പൊടിച്ചെടുത്ത 1 കപ്പ് പഞ്ചസാരയാണ്. ഇനി ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം കുറച്ചൊന്ന് ബീറ്റ് ചെയ്യുക, പതിയെ ബീറ്റ് ചെയ്യുക, ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യണം. ഇതിന് പതിയൊന്ന് ബീറ്റായി വന്നു. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാണ്. അതൊന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും 1 ടീസ്പൂൺ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ പൊടിച്ചു വെച്ച 1 കപ്പ് പഞ്ചസാരയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ 2 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്തു. ഇനി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം മുട്ട. ഇതേ റെസിപ്പി തന്നെ ഇതേ അളവിൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെ നമുക്ക് കിട്ടും. അളവുകളെല്ലാം കൃത്യമായിരിക്കണം. മുട്ടയും പഞ്ചസാരയും കൂടെ ഇതുപോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ എടുത്ത് നോക്കുക. അപ്പോൾ ഇത് ഇതുപോലെ വീഴുകയാണെങ്കിൽ ഓക്കെ ആണ്. ഇവിടെ പയ്യെ ഒന്ന് കട്ട പോലെ ചാടണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. നല്ലതുപോലെ സോഫ്റ്റായ ബട്ടർ ആയതുകൊണ്ട് അധികം സമയം നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സൈഡിലുള്ളതൊക്കെ ഒന്ന് വടിച്ച് കൂട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പതിയെ ഒന്ന് സ്പാച്ചില കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ്
കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മിക്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. പതിയെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദാപ്പൊടി അതും കുറച്ച് ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 3 കൂടി ഇടവിട്ട് ചേർത്ത് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഫോൾഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് യൂസ് ചെയ്താലും കുഴപ്പമില്ല. സ്പാച്ചില തന്നെ വേണമെന്നില്ല. വിസ്ക് കൊണ്ടായാലും പതിയെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വിസ്ക് കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ വിസ്ക് കൊണ്ട് സാവകാശം മിക്സ് ചെയ്യുക. ഏതുപയോഗിച്ചാലും കുഴപ്പമില്ല. നല്ലതുപോലെ മിക്സ് ആവണം. ഒരുപാട് നേരം നമ്മൾ മിക്സ് ചെയ്യരുത്. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയെന്നറിഞ്ഞാൽ പിന്നെ നമ്മുടെ മിക്സിങ് നിർത്താം. ഇനി നമുക്ക് ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇച്ചിരി നല്ലപോലെ തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഓവനിൽ വേണമെങ്കിൽ അങ്ങനെയും അല്ല സ്റ്റൗവിൽ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ 160 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ് വച്ചിരിക്കുന്നത്. 30-35 മിനിറ്റ്സിനുള്ളിൽ നമുക്കത് നല്ലപോലെ ബേക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ ഇഡലി ചെമ്പിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ടീ ടൈം കേക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് സ്പോഞ്ച് കേക്കായിട്ട് യൂസ് ചെയ്യാം. ഐസിങ് ചെയ്യാനൊക്കെ ഉള്ള ഇതായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റിയുമാണ്. ബട്ടറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എപ്പോഴും നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇതേ അളവുകൾ തന്നെ ഉപയോഗിക്കുക. കറക്റ്റ് അളവ് തന്നെ എടുത്ത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. നല്ല കേക്കായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഉണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.